തലസ്ഥാനത്തേക്ക് തന്നെ പോകാല്ലേ. അവിടെ ഈ പാറ്റകളുടെ സമരം തുടരുകയാണ്. ഒപ്പം തന്നെ ഒരു കാര്യം കൂടി പറയണല്ലോ, ഈ രാഹുൽ എവിടെയായിരുന്നു, രാഹുൽ എവിടെയാണ് എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഒളിയിടത്തിൽ നിന്ന് പുള്ളി ഇന്നലെ പതുക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അദ്ദേഹം പുറത്തിറങ്ങിയതിൽ വലിയ സന്തോഷമുണ്ട്. അദ്ദേഹത്തെ ഒന്ന് കാണാനായല്ലോ എന്നൊക്കെ നമ്മുടെ പ്രേക്ഷകരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒപ്പം തന്നെ ഈ അവിടെ കാണിക്കുന്ന ഈ സമരാഭാസം ഉണ്ടല്ലോ, അതായത് CJPക്ക് വലിയ പിന്തുണയുമായൊക്കെ എത്തി. വയനാട്ടിലൊരു ദുരന്തം നടന്നപ്പോൾ അവിടെ ഒരു MP ഉണ്ടായിരുന്നു, കണ്ടില്ല, ആരുമില്ല തിരിഞ്ഞു നോക്കാൻ. അവിടുത്തെ ജനങ്ങളുടെ ഒരു വല്ലാത്ത ഒരു അവസ്ഥ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. വല്ലാത്തൊരു ഗതികേടാണ്. അതായത് ഈ പാറ്റകളുടെ സമരം വന്നപ്പോൾ ഉണ്ടായ ഏറ്റവും പോസിറ്റീവായ കാര്യം എന്ന് പറയുന്നത് ഈ കാണാതായ ഏട്ടനെയും അനിയത്തെയും കണ്ടു കിട്ടിയെന്നുള്ളത്. അതെ, തീർച്ചയായും. അപ്പൊ എന്തായാലും നമുക്ക് ആ വാർത്തയിലേക്ക് അങ്ങ് പോകാം. ജന്തർ മന്ദറിൽ സമരം തുടർന്ന് പാറ്റകൾ. എന്നാൽ ശക്തമായ സുരക്ഷാ ക്രമീകരണമാണ് ഡൽഹി പോലീസ് ഒരുക്കിയിട്ടുള്ളത്. രാഹുലിന്റെ പെരുമാറ്റം അപലപനീയവും പ്രതിപക്ഷ നേതാവ് എന്ന പദവിക്ക് യോജിക്കാത്തതുമാണെന്ന് BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ കുറ്റപ്പെടുത്തി. ഏതു വിഷയത്തിലും ചർച്ചയ്ക്ക് തയ്യാറെന്ന നിലപാടാണ് BJPയുടേതെന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും ഈ വാർത്തയുടെ വിവരങ്ങൾ നമുക്ക് TS ആദർശ് നൽകും രാജ്യ തലസ്ഥാനത്ത് നിന്നും. ആദർശ്, അങ്ങനെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാറ്റകളുടെ അഴിഞ്ഞാട്ടം കഴിഞ്ഞ 2 ദിവസമായി തുടരുകയാണ്. പക്ഷേ ഡൽഹി പോലീസ് കൃത്യമായ നടപടികൾ സ്വീകരിച്ചു. എന്തായാലും ഇനിയിപ്പോൾ BJP ചൂണ്ടിക്കാട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഏതൊരു ചർച്ചയ്ക്കും തയ്യാറാണ് എന്നുള്ളത് സർക്കാർ വ്യക്തമാക്കിയതാണ്. വളരെ അനുകൂലമായ ഒരു സാഹചര്യം അതോടുകൂടി ഒരുങ്ങുന്നുണ്ടല്ലേ. അല്ലെങ്കിൽ ഈ സംഘർഷം ഉണ്ടാക്കാൻ തന്നെ ഇറങ്ങി പുറപ്പെട്ടവരാണ് എങ്കിൽ അവരായില്ല, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് ഈ ഡൽഹി പോലീസിന്റെ സംയമനത്തോടു കൂടിയുള്ള ഒരു പെരുമാറ്റം കൂടി ചൂണ്ടിക്കാട്ടണമല്ലോ. കാരണം 2 ദിവസമായി അവർ ഒരു യുദ്ധക്കളമാക്കാൻ, രാജ്യ തലസ്ഥാനത്തെ യുദ്ധക്കളമാക്കാനുള്ളൊരു ആസൂത്രിത നീക്കം നടത്തി വരികയായിരുന്നു. അപ്പോഴും പോലീസ് സംയമനത്തോടു കൂടി ഇടപെട്ടു. എങ്ങനെയാണ് ഇനി തുടർ നീക്കങ്ങൾ BJPയുടെ ഭാഗത്തു നിന്ന് എങ്ങനെയായിരിക്കും, കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എങ്ങനെയായിരിക്കും? ഒപ്പം തന്നെ ഒരു അനുകൂലമായ ഒരു നിലപാട് CJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ വയ്യ എങ്കിൽ പോലും. ആതിര, ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കഴിഞ്ഞ 2 ദിവസവും പാർലമെന്റിലേക്ക് മാർച്ച് നടത്താൻ ഈ കോക്രോച്ച് ജനതാ പാർട്ടിക്കാർക്ക് കഴിഞ്ഞിരുന്നില്ല. അവരെ പോലീസ് ശക്തമായ സുരക്ഷാ സന്നാഹം ഒരുക്കി പ്രതിരോധിക്കുന്ന ഒരു സമീപനം തന്നെയാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടിക്കാർ ജന്തർ മന്ദറിൽ തുടരുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ പ്രഖ്യാപിച്ച പാർലമെന്റ് മാർച്ചുമായി മുന്നോട്ട് പോവുക എന്നത് മാത്രമാണ് അവർക്ക് മുന്നിലുള്ള ഒരു മാർഗം. അതുമാത്രമല്ല, ഈ കോക്രോച്ച് ജനതാ പാർട്ടി ആകട്ടെ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നും കോക്രോച്ച് ജനതാ പാർട്ടി വ്യക്തമാക്കുന്നുണ്ട്. അവരെന്തായാലും ജന്തർ മന്ദറിൽ അവരുടെ ഈ പ്രതിഷേധ സമരവുമായി തന്നെ മുന്നോട്ട് പോകും എന്നുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ ഡൽഹി പോലീസ് ആകട്ടെ ഏത് വിധേനയും ഇവരെ പ്രതിരോധിക്കുക എന്നുള്ള നിലപാടുമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് നഗരത്തിൽ പലയിടങ്ങളിലും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഡൽഹി പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അക്രമവുമായി ബന്ധപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി പ്രവർത്തകരെ കസ്റ്റഡിയിലെടുക്കുക എന്ന് പറയുന്ന നടപടി, അത് CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചുകൊണ്ട് പോലീസ് ആ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. ഈ അക്രമ സംഭവങ്ങൾ ഉണ്ടായപ്പോൾ തന്നെ ഏകദേശം 70ഓളം പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം. മാത്രമല്ല, ഈ അക്രമങ്ങൾ ഉണ്ടായ ഇടങ്ങളിലൊക്കെയുള്ള CCTVകൾ പോലീസ് പരിശോധിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ അത് കൂടുതൽ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കും. 118 പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അക്രമങ്ങളിൽ പരിക്കേറ്റത്. അതുകൊണ്ട് തന്നെ പോലീസ് ഇതിനെ ഏറെ ഗൗരവമായാണ് കാണുന്നത്. കാരണം കൃത്യമായിട്ട് ജന്തർ മന്ദറിൽ നിന്ന് പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുക എന്നതായിരുന്നില്ല ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ലക്ഷ്യം എന്ന് വ്യക്തമാക്കുന്നതാണ് അവർ ഈ സമരവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടികളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് റെയ്സീന റോഡിലടക്കം പലയിടങ്ങളിലും കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ സംഘടിക്കുകയും അവർ ഈ പാർലമെന്റിനുള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പോലീസ് അതീവ ജാഗ്രതയും പുലർത്തുന്നത്. എന്തായാലും പ്രതിപക്ഷ നിരയിൽ നിന്ന് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഈ സമരത്തിനൊക്കെ വലിയ പിന്തുണ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പോലീസും അതീവ ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് പോകുന്നത്.
രാഖി. ശരി ആദർശ്, എന്തായാലും പാറ്റകൾ അങ്ങനെ സമരാഭാസം തുടർന്നുകൊണ്ടേയിരിക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം സംഘർഷത്തിന് ഓരുമ്പിട്ട് ഇറങ്ങിയവരാണ് അല്ലേ? അതെ, അതെ, അതുകൊണ്ട് തന്നെ അവരിൽ നിന്നൊരു മൃദു സമീപനം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷേ ചർച്ചകൾക്ക് BJP ഒരുക്കമാണ്, കേന്ദ്ര സർക്കാർ ഒരുക്കമാണ്. കാരണം രാജ്യം ഭരിക്കുന്നവരാണ്, അവർക്ക് അവരുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ടല്ലേ, അത് നിറവേറ്റിയേ മതിയാകും. അപ്പോൾ ഈ സമാധാന ശ്രമം എന്ന് പറയുന്നുണ്ടെങ്കിലും അവർ നടത്തുന്നത് അഴിഞ്ഞാട്ടമാണെന്നുള്ളത് കാണുന്നവർക്കെല്ലാം വ്യക്തമാകുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഒരു കാര്യം കൂടി ഒന്നുകൂടി സൂചിപ്പിക്കാതെ വയ്യറാക്കി. അതായത് ഈ പറയുന്ന രാഹുൽ ആണെങ്കിലും പ്രിയങ്കയാണെങ്കിലും ഈ MP മാരെ MLA മാരെ ഒക്കെ കാണാതാകുന്നത് പോട്ടെ എന്ന് വിചാരിക്കാം. പക്ഷെ ഇത്രയും വലിയൊരു ദുരന്തം അവിടെ നടന്നിട്ട് അവിടേക്കൊന്ന് എത്തി നോക്കാൻ അതിന് സമയമില്ലല്ലോ. കാരണം മുതലെടുപ്പാണല്ലോ അവരുടെ രാഷ്ട്രീയം. അപ്പോൾ അവിടെ പോയി അവരെ പ്രീണിപ്പിച്ചുകൊണ്ട് അവർക്ക് ഗുണമില്ല. കാരണം ഒരിക്കൽ ഇത് കണ്ടു, എന്നിട്ടും ജയിപ്പിച്ച് വിട്ടു, വീണ്ടും വരുന്നു. അപ്പോൾ വീണ്ടും വീണ്ടും ജയിപ്പിക്കുമെന്ന് അവർക്ക് ഉറപ്പുണ്ട് അല്ലേ? അതെ, മാത്രമല്ല വയനാടിനെ സംബന്ധിച്ച് അവിടെ ദുരന്തം പുത്തരിയല്ലോ എന്നായിരിക്കും അവർ ചിന്തിക്കുന്നത്. പക്ഷെ ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്, പാറ്റകളുടെ സമരമാണ് ട്രെൻഡ്. അപ്പൊ ആ ട്രെൻഡിനൊപ്പം നിൽക്കുക എന്നായിരിക്കും ഒരു പ്രത്യേകതരം മനുഷ്യത്വം എന്തായാലും രാഹുൽ പ്രിയങ്കയും കാണിച്ചു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് രാജ്യത്ത് ഇത്രയേറെ മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു. സുരക്ഷിത മണ്ഡലമായതുകൊണ്ടാണല്ലോ വയനാട്ടിലേക്ക് അവർ എത്തിയത് അല്ലെ? അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് രാഹുൽ പിന്നീട് പോയത്. കാരണം ഒരു ചെറിയൊരു പച്ചത്തുരുത്ത് കണ്ടതോടുകൂടി അങ്ങോട്ട് ചാടി. അപ്പോൾ അവർക്കറിയാം കേരളം അവർക്ക് പറ്റിയ ഭൂമിയാണ് എന്നുള്ള ഒരു ചിന്ത ഉണ്ട്. അത് മാറ്റിക്കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം ജനങ്ങളുടേതാണ്. അവർ ചിന്തിക്കട്ടെ.